റബ്ബർ വേടനെതിരായ ഗൂഢാലോചനാ പരാതിയിൽ അന്വേഷണം നടത്തും. തൃക്കാക്കര ACPക്കാണ് അന്വേഷണ ചുമതല. കുടുംബത്തിന്റെ പരാതിയിലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം. തുടർച്ചയായ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പരാതി. വേടന്റെ സഹോദരൻ ഹരിദാസാണ് പരാതി നൽകിയത്. പരാതി നമ്മൾ ACP തൃക്കാക്കരക്ക് അയച്ചിട്ടുണ്ട്. ആവശ്യമുള്ള നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കേസിന്റെ അന്വേഷണം ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കാര്യമായ രീതിയിൽ കണക്കിലെടുത്തിട്ട് അന്വേഷണം നടത്തണമെന്നതാണ് പറഞ്ഞത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻക്വയറി നടത്തും. പക്ഷേ ഈ അന്വേഷണത്തിൽ ഇതിനകത്ത് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടെ കണക്കിലെടുത്തിട്ട് നമ്മൾ അന്വേഷണം നടത്തും. SS ശരൺ നമുക്കൊപ്പം. SS ശരൺ, തുടർച്ചയായി പരാതികൾ വരുന്നു. അതിൽ ഒന്നൊഴിയുമ്പോൾ അടുത്തത് എന്ന രീതിയിലുള്ള ഒരു കണക്ഷൻ കൂടി കാണുന്ന പശ്ചാത്തലത്തിലാണോ ഈ ഗൂഢാലോചനയാണ് എന്ന സംശയം ഉറപ്പിച്ചുകൊണ്ടൊരു പരാതിയിലേക്ക് അവർ എത്തുന്നത്? അന്വേഷണം എങ്ങനെയായിരിക്കും? സുജി, ആ കണക്ഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പരാതി തന്നെയാണ് നേരത്തെ ഈ വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നത്. അതാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്യുകയും അങ്ങനെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇത് തൃക്കാക്കര ACPക്ക് കൈമാറിക്കൊണ്ട് അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ പരാതിയിൽ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായി വേടനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. ആ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ തുടർച്ചയായി ലൈംഗികാരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ വേടനെ സ്ഥിരം കുറ്റവാളിയാക്കി വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒപ്പം തന്നെ വേടൻ രാഷ്ട്രീയം പറയുന്നുണ്ട്. ആ രാഷ്ട്രീയം പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർ കൂടി ഈ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നുള്ള സംശയം കൂടി കുടുംബം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ തൃക്കാക്കര ACPയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി ഇപ്പോൾ ഒരു ബലാത്സംഗ കേസ് വേടനെതിരെ നിലനിൽക്കുന്നുണ്ട്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിന്റെ അന്വേഷണത്തിനിടയിൽ തന്നെ ഈ ഒരു പരാതി, അതായത് കുടുംബത്തിന്റെ ഈ ഗൂഢാലോചന പരാതി കൂടി അന്വേഷിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ 2 കേസുകളാണ് വേടനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഒന്ന് ഈ ഡോക്ടറുടെ, അതായത് ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. ഇതിനു പുറമെ ഒരു ലൈംഗിക അതിക്രമ കേസ് സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ ഡോക്ടറുടെ പരാതിയിൽ എടുത്ത കേസിൽ നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ തന്നെ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് പോലീസ് ചെയ്തിരുന്നത്. ഇതോടൊപ്പം തന്നെ ലൈംഗിക അതിക്രമ കേസിൽ കഴിഞ്ഞ ദിവസം വേടൻ അന്വേഷണത്തിന് മുന്നിൽ ഹാജരാകുകയും ചെയ്തിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുകയാണ് ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഗൂഢാലോചന സംബന്ധിച്ചുള്ള കുടുംബത്തിന്റെ പരാതിയിൽ നടപടി ഉണ്ടായിരിക്കുന്നത്, അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. SS ശരണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഗൂഢാലോചന എന്ന പരാതിയിൽ അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തുവരട്ടെ.